നിന്റെ നല്ല നന്മ കണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച കണ്ട്, നിന്റെ കുടുംബത്തിലെ സന്തോഷം കണ്ട്, നിന്റെ തലമുറയുടെ നല്ല ഭാവി കണ്ട്, നീ ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്നെ വകവരുത്താൻ വേണ്ടി കോപത്തോടെ ആയിരിക്കില്ല ചിലർ വരുന്നത്, സ്നേഹത്തോടെയാകാം. ഭക്ഷണം തന്നും പാനീയം തന്നും സ്വീറ്റ്സ് തന്നും സ്നേഹഭാഷ ചിലപ്പോൾ നിന്നെ കുരുതി കൊടുക്കാനുള്ള അനുഭവമാണെങ്കിൽ, അങ്കിളിന് തരാൻ വേണ്ടി ഒരു വാഴവിത്ത് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. കോടീശ്വരനായ മനുഷ്യൻ ചോദിച്ചു, എനിക്കെന്തിനാപ്പാ വാഴവിത്ത്? ഇവർക്കൊരു 5-10 ബസ്സുള്ളവരാ. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വില കൂടിയ 4 കാറ് കിടപ്പുണ്ട്. ഇല്ല, ഞങ്ങൾ വാങ്ങിയപ്പോൾ അങ്ങേക്കും കൂടി അങ്ങ് വാങ്ങിയതാണ്. അന്ന് സൈഡിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. സൈഡിലോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, 10-25 ജോലിക്കാരാ പറമ്പിൽ പണിയെടുക്കുന്ന ഡെയിലി, ഞാൻ അവരെ കൊണ്ട് വെപ്പിച്ചോളാം. ഓ വേണ്ട, നിങ്ങൾ ബിസിയല്ലേ, ഞങ്ങൾ തന്നെ അങ്ങ് വെച്ചേക്കാം. അപകട മേഖല ഒരു വാഴവിത്തിലായിരിക്കണേ. എൻ്റെ വിവാഹം നടന്നതിന് ശേഷം എൻ്റെ വൈഫിൻ്റെ സഹോദര കുടുംബങ്ങളിൽ ഒന്നിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരിക്കൽ വിളിച്ചു. എൻ്റെ വൈഫ് അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യേശുവിനെ കണ്ടതാണ്. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അക്രൈസ്തവ പാരമ്പര്യമായതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും വക വരുത്തണം, തകർക്കണം. അതിനുവേണ്ടി വിരുന്നുണ്ണാൻ വിളിച്ചതാണ്. അതിൽ ഒരു ഭക്ഷണം ആത്മാവ് എടുത്തെടുത്ത് കാണിച്ചു. അതിവരുണ്ടാക്കിയതല്ല, ഉണ്ടാക്കിച്ചു കൊണ്ടുവന്നതാണ്. അത് കഴിച്ച് നിങ്ങൾ ജീവിതം മുഴുവൻ തകരാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നു. അവർ വളരെ കരുതിക്കൂട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ കോടിക്കണക്കിന് രൂപ വില മുടക്കി ഒരു വീട് പണിതൊരു വലിയ മനുഷ്യനുണ്ട്. അദ്ദേഹം വലിയ വീട് പണിയാൻ കാര്യം അദ്ദേഹത്തിന് അതുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിലും വീട് വെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടാകുകയില്ല. കാര്യം ഒത്തിരി ഉള്ളയാളാണ്. വീട് വെച്ചു. വീടിൻ്റെ ഇന്നൗഗുറേഷനൊക്കെ നടന്നു. 21 days ഫാസ്റ്റിംഗ് പ്രയറോട് കൂടി ഇന്നൗഗുറേഷൻ. ഞാനും ഉണ്ടായിരുന്നു ആ ഫാസ്റ്റിംഗ് പ്രയറിൽ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. സമാധാനമായി ജീവിതം മുമ്പോട്ട് പോകവേ അവരുടെ വീടിന് തൊട്ടടുക്കൽ താമസിക്കുന്ന ഒരു വീട്ടുകാരൻ, വളരെ സാധുക്കളാണ്, അവരൊരു ദിവസം വീട്ടിൽ വന്നിട്ട് ഒരു കൊച്ചു വാഴവിത്തുമായിട്ടാണ് വന്നത്. അങ്കിളിന് തരാൻ വേണ്ടി ഒരു വാഴവിത്ത് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. കോടീശ്വരനായ മനുഷ്യൻ ചോദിച്ചു, എനിക്കെന്തിനാപ്പാ വാഴവിത്ത്? ഇല്ല, ഞങ്ങൾ വാങ്ങിയപ്പോൾ അങ്ങേക്കും കൂടി അങ്ങ് വാങ്ങിയതാണ്. അന്ന് സൈഡിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. സൈഡിലോട്ട് വെച്ചു. ചില ദിവസങ്ങളായി ഇതുവരെ കുഴിച്ചു വെച്ചിട്ടില്ല. പക്ഷെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് കുഴിച്ചു വെച്ചോന്നറിയാൻ. അവസാനം പറഞ്ഞു, കുഴിച്ചു വെച്ചില്ലല്ലേ, ഞങ്ങളങ്ങ് കുഴിച്ചു വെച്ചോളാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, 10-25 ജോലിക്കാരാ പറമ്പിൽ പണിയെടുക്കുന്ന ഡെയിലി, ഞാൻ അവരെ കൊണ്ട് വെപ്പിച്ചോളാം. ഓ വേണ്ട, നിങ്ങൾ ബിസിയല്ലേ, ഞങ്ങൾ തന്നെ അങ്ങ് വെച്ചേക്കാം. അപകട മേഖല ഒരു വാഴവിത്തിലായിരിക്കണേ. ഇവർ തന്നെ കൊണ്ടുവന്ന് വീടിൻ്റെ കുറച്ച് മാറ്റി അങ്ങ് വെച്ചു. വെക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇത് വളർന്നു വരാൻ. ഇതങ്ങ് വളർന്നു വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ പറമ്പിൽ ഓടിക്കൂടാൻ തുടങ്ങി. കാരണം ഈ വാഴക്കൊല കാണാൻ മാത്രം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആ ഏരിയയിൽ അങ്ങനെ ഒരെണ്ണം ഇല്ല. കാഴ്ചക്കാരുടെ ബഹളായി. അവസാനം അതങ്ങ് വെട്ടി. ഇവർക്കൊരു 5-10 ബസ്സുള്ളവരാണ്. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വില കൂടിയ 3-4 കാറ് കിടപ്പുണ്ട്. ഇതങ്ങോട്ട് വെട്ടി സൈഡിൽ വെച്ചിട്ട് ഈ മനുഷ്യൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് തിരിച്ചറിയണം. കാഴ്ചപ്പാടോ വെളിപ്പാടുകളോ അങ്ങനെയുള്ള മേഖലകളൊന്നും അദ്ദേഹത്തിനില്ല. പ്രാർത്ഥനക്കാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, കാശ് കൊടുക്കും, പോകുന്നല്ലാതെ പുള്ളി പ്രാർത്ഥിക്കാറില്ല. മനസ്സിലായില്ലല്ലേ? അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇതിൻ്റെ ഓരോ പടല ഇങ്ങനെ ഉരിഞ്ഞൊരു ചാക്കിൻ്റെ അകത്താക്കി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊച്ചു ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ ഓടിക്കുന്നൊരു 2 വീലറുണ്ട്, ഒരു ആക്റ്റീവ. അതിൻ്റെ ആ ഇടയ്ക്ക് എന്തോരം ഇരിക്കുമോ അത്രയും വെച്ചു, ബാക്കി പിന്നെ കൊണ്ടുപോകാം. അത്രയും വലിപ്പമാണ്. ജസ്റ്റ് ഇദ്ദേഹം കടയിൽ കൊണ്ട് കൊടുക്കാം, ഒന്നും എടുക്കണ്ട. ഇദ്ദേഹത്തിനത് കടയിൽ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം 10-25 പണിക്കാർക്ക് ഡെയിലി
ശമ്പളം കൊടുക്കുന്നൊരു വലിയ മനുഷ്യൻ, അപകടം പതിയിരിക്കുന്ന സോൺ. ജസ്റ്റ് വണ്ടി എടുത്ത് പോയതാ. എന്താ സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് അറിയില്ല. വലിയൊരു അപകടം. ഒരു വണ്ടി എതിരെ വന്നിട്ടില്ല, പുറകെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വണ്ടി സ്ലിപ്പായി. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ഓടിയെത്തണം. ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ, ഇവിടെ ട്രിവാൻഡ്രത്തൊരു കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്ന വഴിയാണ്, ബൈ ട്രെയിനിൽ പോവുക. കോട്ടയത്ത് ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ഈ മുഖം മാത്രമുണ്ട് പ്ലാസ്റ്റർ ഇടാത്ത, ബാക്കി തല മുതൽ പാദം വരെ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. കണ്ടാൽ വലിയൊരു ലോറി വന്ന് ഇടിച്ചിട്ടുണ്ടായ അപകടം പോലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ എന്നെ ആദ്യം കാണാൻ വന്ന വ്യക്തി മറ്റാരുമല്ല, ഈ വാഴവിത്ത് കൊണ്ടുതന്ന സഹോദരനാണ്. മനസ്സിലായില്ലല്ലേ? ഇതൊരു അപകട മേഖലയാണ്. ഇവിടെ ആത്മാവിൻ്റെ കരുത്തുള്ളവർക്ക് പിശാചിനെ ജയിക്കാൻ കഴിയും. തിരിച്ചറിയണം. ഇന്ന് രാത്രി കർത്താവിൽ ഞാൻ പ്രഖ്യാപിക്കുക, വിശ്വാസത്തിൻ്റെ ചിറകുമുളച്ച് നിങ്ങൾ, വിശ്വാസം എക്സർസൈസ് ചെയ്ത നിങ്ങൾ പിശാചിൻ്റെ മുമ്പിൽ തല കുമ്പിടരുത്. അവൻ്റെ തലയെ കാൽവറിയിൽ തകർത്തവൻ യേശുവാകയാൽ ഇന്ന് രാത്രി നിൻ്റെ മേൽ ജയഭേരി മുഴക്കാൻ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുകയാ. പതിയിരുന്ന് ആക്രമിക്കുന്നത് വ്യക്തികളായിരിക്കില്ല, ആഭിചാരമോ മന്ത്രവാദമോ. പതിയിരുന്ന് ആക്രമിക്കുന്ന നിൻ്റെ കുടുംബം, നിൻ്റെ ഭാര്യ, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ മക്കൾ, നിൻ്റെ ആൺകുഞ്ഞ്, നിൻ്റെ പെൺകുഞ്ഞ്, അവരുടെ വിദ്യാഭ്യാസം, പലതിലും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അനുഭവിച്ച് തീർക്കരുത്. അനുഭവത്തെ വെല്ലുന്നൊരു അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്ത് അയക്കാൻ പോകുകയാ. എനിക്കറിയാം ഇത് സാധാരണ കൺവെൻഷൻ അല്ല, ഇതിൻ്റെ അകത്ത് അസാധാരണമായൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുക. പറ്റുമെങ്കിൽ അഭിഷേകമുള്ള ദൈവമക്കൾ വായി തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങിക്കോ. ആഭിചാരത്തെയും മന്ത്രവാദത്തെയും നിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ കരുത്തുള്ള കർത്താവിൻ്റെ കരം എഫെസോസിൽ ചലിച്ചതുപോലെ ഈ ഞാലൂർ കുന്നിൽ ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാ. നിന്റെ മണ്ണിനോട് പടവെട്ടിയ യുദ്ധം ഇന്ന് രാത്രി അവസാനിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് 2001 കാര്യമാണ്. എൻ്റെ വിവാഹം നടന്നതിന് ശേഷം എൻ്റെ വൈഫിൻ്റെ സഹോദര കുടുംബങ്ങളിൽ ഒന്നിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരിക്കൽ വിളിച്ചു. എൻ്റെ വൈഫ് അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യേശുവിനെ കണ്ടതാണ്. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അക്രൈസ്തവ പാരമ്പര്യമായതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും വക വരുത്തണം, തകർക്കണം. അതിനുവേണ്ടി വിരുന്നുണ്ണാൻ വിളിച്ചതാണ്. തലേ ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്. നാളെ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ ഏതെല്ലാം ഭക്ഷണം ഉണ്ടെന്നുള്ളത് കൃത്യം വെളിപ്പാട് കർത്താവ് കാണിക്കുക. അതിൽ ഒരു ഭക്ഷണം ആത്മാവ് എടുത്തെടുത്ത് കാണിച്ചു. അതിവരുണ്ടാക്കിയതല്ല, ഉണ്ടാക്കിച്ചു കൊണ്ടുവന്നതാണ്. അത് കഴിച്ച് നിങ്ങൾ ജീവിതം മുഴുവൻ തകരാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ്. തലേ ദിവസം രാത്രിയെ കർത്താവ് കാണിച്ചു. പിശാചേ, നീ അല്ല അഡ്വാൻസ്ഡ്, ഞങ്ങളാണ്. പരിശുദ്ധാത്മാവാണ് അഡ്വാൻസ്ഡ് കേട്ടോ. തിരിച്ചറിയണം, പിശാചല്ല. ഇന്ന് രാത്രി അറിയാവുന്ന ദൈവമക്കൾ കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് പോരാ. എല്ലാ കര ഉയരട്ടെ, ഉയരട്ടെ, ഉയരെ, 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 ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നു. അവർ വളരെ കരുതിക്കൂട്ടിയാണ്. തിരിച്ചറിയണം, നിൻ്റെ നല്ല നന്മ കണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച കണ്ട്, നിൻ്റെ കുടുംബത്തിലെ സന്തോഷം കണ്ട്, നിൻ്റെ തലമുറയുടെ നല്ല ഭാവി കണ്ട്, നീ ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്നെ വകവരുത്താൻ വേണ്ടി കോപത്തോടെ ആയിരിക്കില്ല ചിലർ വരുന്നത്, സ്നേഹത്തോടെയാകാം. ഭക്ഷണം തന്നും പാനീയം തന്നും സ്വീറ്റ്സ് തന്നും സ്നേഹഭാഷ ചിലപ്പോൾ നിന്നെ കുരുതി കൊടുക്കാനുള്ള അനുഭവമാണെങ്കിൽ ഇവിടെ നിനക്ക് വേണ്ടതൊരു കൺവെൻഷൻ പ്രസംഗമല്ല. ഇവിടെ നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും വായി തുറന്ന് വിളിച്ച് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ
എല്ലാവരും വായി തുറന്ന് വിളിച്ച് കമോൺ കമോൺ. ആരും ശബ്ദം ഉയർത്താതിരിക്കരുത്. എല്ലാവരും ആ കരം ഉയർത്തി. ആരെയും ഫോക്കസ് ചെയ്യണ്ട. എല്ലാവരും പരിശുദ്ധാത്മാവാം ദൈവത്തെ ഒന്ന് വായി തുറന്ന് വിളിച്ച്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോകുകയാ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടാൻ പോകുകയാ. ഇടംബലം നിങ്ങൾ നോക്കണ്ട. ആരൊക്കെ ഇടത്തിരിക്കുന്നു, വലത്തിരിക്കുന്നു, പുറകിൽ ഫ്രണ്ടിൽ ആരെയും നോക്കണ്ട. കരം ഉയർന്നു തന്നെ ഇരിക്കട്ടെ. എൻ്റെ മെസ്സേജ് ഞാൻ ഓടിച്ച് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഇന്ന് രാത്രി ഗ്രൗണ്ടിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേ പുറകു വരെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. അല്ല ഈ ശബ്ദത്തിൻ്റെ പരിധി ഇരുട്ടിൻ്റെ മറവിൽ, വീടിൽ, ആമൻ, കടത്തിണ്ണകളിൽ, എവിടെയെല്ലാം മരത്തിൻ്റെ മറവിൽ ആരെങ്കിലും ഇരുന്നോ നിന്നോ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിടുവിക്കപ്പെടാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നോ ഇവരോട് ചേർന്ന് അവിടെ നിന്നുകൊണ്ട് ഈ കര ഉയർത്തി വായി തുറന്നൊന്ന് വിളിക്ക്. പരിശുദ്ധാത്മാവേ, മൽഹോബ ശിഖമമ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ, പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ. ഇനി വയ്യ, ഈ ദുഃഖവും പേറി പോകാൻ വയ്യ, ഈ ബന്ധനവും പേറി പോകാൻ വയ്യ, ഈ കെട്ടും അനുഭവിച്ച് പോകാൻ വയ്യ. ആരെയും ഫോക്കസ് ചെയ്യണ്ട. ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചാൽ അവരെ പിടിച്ചിരുത്തണ്ട. ആരെങ്കിലും അന്യഭാഷ പറഞ്ഞാൽ നോക്കി അവരെ പരിഹസിക്കണ്ട. പോട്ടെ, ഇതൊരു മാളിക മുറിയായി മാറട്ടെ. വായി തുറന്ന് ശബ്ദമുയർത്തി വായി തുറന്ന് വിളിക്ക്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ രമ ഹൽക്കിമ സാന്റാലി ബഖാനിയ, വായി തുറന്ന് വിളിക്ക്. ശക്തി ഇറങ്ങുക. അസാധാരണമായ ഒരു ദൈവശക്തി. നിന്റെ തലമുറ പഠിച്ചു വന്നതാ, പക്ഷേ ബുദ്ധിയെ എവിടെയോ കെട്ടി. നിന്റെ തലമുറ നല്ല നിലയിൽ കയറി വന്നതാ, പക്ഷെ വശീകരിച്ചു കൊണ്ടുപോയി. ആ തലമുറയുടെ നന്മ അനുഭവിക്കാൻ കഴിയാതെ കരയുന്നൊരമ്മയാണോ നിങ്ങൾ? വേലയെടുത്ത് കൊടുത്തിട്ട് അവസാനം ഒറ്റപ്പെട്ടു പോയ ഒരപ്പനാണോ നിങ്ങൾ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിളിക്ക്, എനിക്ക് പ്രവർത്തിക്കാൻ അവസരം തരിക. ഉദര സംബന്ധമായ ചില രോഗങ്ങളുടെ പുറകിൽ എന്താണെന്ന് തിരിച്ചറിയുക. ഭക്ഷണം കൊണ്ടോ പാനീയം കൊണ്ടോ കെട്ടിയത്, മദ്യത്തിൽ പിശാച് ഉദരത്തെ കെട്ടിയത്, മദ്യം കൊണ്ട് ഉദരത്തെ കെട്ടിയത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയണമോ? വായി തുറന്ന് പരിശുദ്ധാത്മാവിനെ ദൈവസഭ സ്വീകരിക്കുക. വായി തുറന്ന് വിളിക്ക്. ഹോളി സ്പിരിറ്റ്, ശബ്ദമുയർത്തി വിളിക്ക്. പരിശുദ്ധാത്മാവേ, ആവിയാനവരേ, Malhor binaisus bitoria, majesty albaharasi, arka manahadariga bausham daradani, prouda manahadariga bausham daradani. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും വായി തുറന്ന് ഇന്ന് രാത്രി പരിശുദ്ധമാവാം ദൈവത്തോട് കണക്റ്റഡ് ആവുക. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങട്ടെ. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വഴക്കും വയ്യാവേലിയും തുടങ്ങിയിട്ട് കുറേ നാളുകളായി. Righteous Victoria Masaran Chasti Bikana. Amen. രാത്രിയിൽ പിശാച് പേയിളകി വന്നതുപോലെ പേപ്പട്ടി പോലും വലിച്ചു കുടിക്കാത്ത പേവെള്ളം കാശ് കൊടുത്ത് വലിച്ചു കുടിച്ച് തലമുറകൾക്ക് അപ്പനാരാ അമ്മയാരാ സഹോദരങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഉദരത്തെ ബന്ധിച്ചുകൊണ്ട് ഹാലളകി നടക്കുന്ന അന്ധകാര ശക്തിക്ക് അറുതി വരുത്താൻ കരുത്തുള്ള ദൈവശക്തി അല്പസമയം ആ കരമടിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാട്ടെ. ഹോളി സ്പിരിറ്റ്. ഒരമ്മ വേദനയോടെ കരഞ്ഞുകൊണ്ട് ഒരമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ആ അമ്മയെ ഇന്ന് രാത്രി കർത്താവ് തൊടാൻ പോകുകയാ. മതി മാതാവേ, മതി, കരച്ചിൽ മതി, വേദന മതി, ദുഃഖങ്ങൾ മതി, ഒറ്റപ്പെടലുകൾ മതി. ആരോടും പറയാതെ നീയെ കയ്പ് കുടിച്ച് ജീവിതം മുഴുവൻ മാറാ പോലെ ശേഷിപ്പിച്ച് ഇനിയൊരു മരണമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. എന്തോ സംഭവിക്കാനുണ്ട്, അതങ്ങ് സംഭവിച്ചു തീരട്ടെ. നോ, ഒന്നും സംഭവിക്കുകയില്ല. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാ. അവന്റെ പേര് നസറായനായ യേശു. Majesty, Lahimadagal Kanasi, Arkamanagadala Bausham Taradini, Pregal Kamaniga Bausham Taradana, Hadariga Bausham Taradini, Prausha Siada, Yeshuvinda Namatil, Ninda girlfriend, Ninda boyfriend, Ninda Chadikan Vendi Tanada, Imniratri Hadinu Marana, Ninda Udarata Ketiada, Imniratri Poti Marana, Ni Sodandra.
Rise will hide the Binia Shahaliyaba Rahimada Janaga Baushamanaga Samaria Mahalkana Arkabahadaniga Bausham Daradana Pradil Bahasel Bi Chalhatadi Jasmal Hati the Baharthanis Bahali Arkabahalkana Hashi Antanasiya Duramakala Puratakan Adhigaramulavar Ivada Shandama Iripunda Pudangala Puratakan Abhishekam Pravicha the Yamaka Idindaga Tiripunda in the Ratriningada ministry one would a Torakambohaya Gartava Ningada Abhishekatin ശുശ്രൂഷ ഒന്നുകൂടെ ഓപ്പണാക്കാൻ പോകുക കർത്താവ്. തീ ജ്വാല പോലെ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഗ്നിക്കകത്ത് പുഴുങ്ങുന്നത് പോലെ അഗ്നി തൊടുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ ആമേൻ അനുഭവമുള്ള ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെ ഈ തലമുറയിൽ പിശാചിനെ ശാസിക്കാൻ ദൈവം നമ്മുടെ മേൽ അഭിഷേകം തന്നിട്ടുണ്ട്. ആമേൻ. നാം ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ ആത്മാക്കളെ വിടാതെ തടഞ്ഞ ദേശത്തിൻ്റെ അധിപതിയെ പെർഗമോസിലെ ദുരാത്മാവിനെ അന്നവർ ക്യാൻസൽ ചെയ്തതുപോലെ ഞാനും നിങ്ങളും മിനിസ്റ്റർ ചെയ്യുന്ന സഭയോട് ബന്ധപ്പെട്ട് ആത്മാക്കളെ തടഞ്ഞു വെച്ച അന്ധകാരത്തിൻ്റെ ദേശാധിപതിയെ ഇന്ന് രാത്രി കമാൻ അഭിഷേകമുള്ള ദൈവദാസൻ എന്നോട് ചേർന്ന് ഒരുമിച്ചതിനെ ക്യാൻസൽ ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കണമോ? ഞാൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എന്തെല്ലാം കണ്ടോ അതെല്ലാം അവിടെയുണ്ട്. ഒരെണ്ണം ആവർത്തിച്ച് കണ്ടത് അതേപോലെ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നത്. ഓ നോ പ്രോബ്ലം, നിങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം അവർക്ക് ഉറപ്പാണ് അവർ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുന്നൊരു സംഭവമുണ്ട്. അതിനെ വെല്ലാൻ പറ്റിയൊരു പവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കില്ലെന്ന് അവർക്കറിയാം. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് വരെ തോറ്റ ചരിത്രമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ അവൻ വിളിച്ചു, എലോഹി എലോഹി ലമാ ശബക്താനി. അത് എന്നും വിളിച്ചില്ല കേട്ടോ, ഒറ്റ തവണയെ വിളിച്ചുള്ളൂ. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഒറ്റ പ്രാവശ്യം വിളിച്ചുള്ളൂ. എന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടി മാത്രം. ഒറ്റ തവണ മാത്രമേ അവൻ വിളിച്ചുള്ളൂ. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാകയാൽ. പക്ഷെ അവൻ മൂന്നാം ദിവസം പുറത്തേക്ക് വന്നത് കുഞ്ഞാടായിട്ടല്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമായ അവൻ പുറത്തേക്ക് വന്നപ്പോൾ ഡിക്ലെയർ ചെയ്തത് എന്താണെന്നറിയാമോ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ ക്യാൻസറേ, ട്യൂമറേ എന്നൊന്നുമല്ല, അങ്ങേ അറ്റത്തെ പുള്ളിയാ പിടിച്ചേ. ഹേ മരണമേ. അതിൻ്റെ താഴെയുള്ള ഈ സാറുമാരല്ല. അതിനെ ജയിച്ചെങ്കിൽ ഇതിനെ നീ തോണ്ടിക്കള. അതിനെ ജയിച്ചെങ്കിൽ നിന്റെ ക്യാൻസറിനെ ചെറുവിരൽ കൊണ്ട് തോണ്ടിയാൽ പോകാവുന്നതേ ഉള്ളൂ. കാര്യം മരണത്തെ ജയിച്ചവനാണ് എൻ്റെ യേശു. ഞാൻ പ്രാർത്ഥിച്ചു. കഴിക്കാൻ നേരത്ത് ആവർത്തിച്ച് കർത്താവ് എന്നെ കാണിച്ച അതാദ്യം എടുത്തു വെച്ചു. അപ്പോൾ ഇവർക്കങ്ങ് സന്തോഷമായി. കാര്യം എൻ്റെ കഥ തീരുക. ഞാനത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് കുറച്ചുകൂടെ വേണം. എനിക്കറിയാം ഇത് വേറെ ഇല്ല, ഇത് ഇത്രയേ ഉള്ളൂ. പറഞ്ഞു, ഇല്ല അത് വേറെ ഇല്ല. കഴിച്ചു. സമാധാനത്തോടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു. വർഷം 21 കഴിഞ്ഞു. പക്ഷെ സംഭവിച്ചതെന്നറിയാമോ? ആ കുടുംബം തകരാൻ തുടങ്ങി. തകർച്ചയിൽ കൂപ്പുകുത്താൻ തുടങ്ങി. ദൈവനാമത്തിനെതിരെ നിന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെയൊക്കെ കോട്ടയം സൈഡിൽ ഉമ്മം കുരുത്തു പോകുന്നൊക്കെ പറയുന്നൊരു ശൈലിയുണ്ട് കേട്ടോ. ഇവിടെ അതിന് അർത്ഥം വേറെയാണ്, എന്നോട് ക്ഷമിക്കണം. എന്ന് വെച്ചാൽ പിന്നെ ഭൂമിയിൽ ചൊവ്വേ നേരെ ജീവിക്കാനെന്ന് അതിൻ്റെ അർത്ഥം. തല കുത്തി മറിഞ്ഞു. തലമുറയുടെ ഭാവിയെല്ലാം പോയി, ഡിവോഴ്സായി.
ജീവിതമെല്ലാം തകർന്നു. അവസാനം അവർ തന്നെ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഇനിയൊരു രക്ഷയില്ല. തിരിച്ചറിയുക, ആഭിചാരത്തിൽ കൈവച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആഭിചാരം തിരിഞ്ഞുകൊത്തുന്ന വിഷസർപ്പമാണ്. നീ ആഭിചാരത്തിൻ്റെ പുറകെ പോയാൽ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിയുമ്പോൾ ഈ പാമ്പ് നിന്നെ തിരിഞ്ഞുകൊത്തും. പക്ഷേ എക്സ്പയറി ഡേറ്റ് ഇല്ലാതെ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരൊറ്റ നാമമേയുള്ളൂ. ആ നാമം അത്രേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പാടിക്ക്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഹനങ്ങളിൽ കൂടി, വളരെ വിശാലമായ വഴികളിൽ കൂടി യാത്ര ചെയ്തു പോകുമ്പോൾ അല്പം വേഗതയിൽ പോകാൻ പറ്റുന്ന വഴികളിലൊക്കെ അപകട വളവുകൾ വരുമ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ PWD സ്ഥാപിക്കുന്നൊരു ബോർഡുണ്ട്. ഡേഞ്ചറസ് സോൺ, അപകടമേഖല, അപകടമേഖല. തിരിച്ചറിയുക, ചില വീടിൻ്റെ അകത്ത് അപകടമേഖലയാണ്, ചില നാട് അപകടമേഖലയാണ്, ചില ഏരിയ മരണത്തിൻ്റെ മണമുണ്ട്, ചില സ്ഥലങ്ങൾ രക്തത്തിൻ്റെ മണമുണ്ട്. അതിൻ്റെ പുറകിൽ പതിയിരിക്കുന്നൊരു പിശാചുണ്ട്. രാത്രി വിടുതലെടുക്കാൻ പോവുകയാണ്. ആ ഡേഞ്ചറസ് സോണിൽ ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. ചില ഭാര്യമാർക്ക് ഭർതൃഗൃഹം അപകട സോൺ പോലെയാ, ചില ഭർത്താക്കന്മാർക്ക് ഭാര്യാഗൃഹം അപകട സോൺ പോലെയാ, ചില കൂട്ടുകാർ അപകട ശ്രേണിയിലാണ് മൂവ് ചെയ്യുന്നത്. തിരിച്ചറിയുന്നില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഈ യോഗം വെച്ചത് ഈ സഭ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധം കൂടിയാകയാൽ ചില വീട്ടിൽ നിന്നും മരണത്തിൻ്റെ കരാള ഹസ്തങ്ങൾ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുന്ന രാത്രിയാണ്. ആ ഡേഞ്ചറസ് സോണിൽ പതിയിരിക്കുന്ന രോഗങ്ങൾ നിന്നെയും കൊണ്ടേ പോകൂ എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ, ആഭിചാരമോ മന്ത്രവാദമോ കൊണ്ട് നിന്നെ കുരുതി കൊടുക്കാൻ കാത്തിരിക്കുന്ന, ഡേറ്റും എഴുതി വെച്ച് കാത്തിരിക്കുന്ന ഏതെങ്കിലും മന്ത്രവാദി ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞാൻ കൈമാറുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന വിശുദ്ധ തിരുവെഴുത്തിൻ പ്രകാരം അഭിഷേകമുള്ള ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് നീ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീടിൻ്റെ അകത്തുള്ള അപകട മേഖല ഇന്ന് രാത്രി ക്യാൻസലാകാൻ പോകുകയാണ്. നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് പൊങ്ങിയ രോഗം മെഡിസിൻ കൊണ്ട് മാറിയില്ല എന്നുള്ള വേദനയിൽ നീ ഇരിക്കുകയല്ലേ? അതിൻ്റെ പുറകിൽ ഒരു അപകട ശ്രേണി ഇരിപ്പുണ്ട്, അതിൻ്റെ പുറകിൽ ഒരു അപകടം മണക്കുന്നുണ്ട്. ആ ഉയിരി ചോദിച്ച് വെളിപ്പെട്ട ദുരാത്മാവിനെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാൻ മണ്ണിൻ്റെ മേൽ പതിയിരിക്കുന്ന അന്ധകാരത്തെ ശാസിക്കാൻ കരുത്തുള്ള ദൈവദാസന്മാർ ഇവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി തുറക്കപ്പെട്ട തിരുവെഴുത്ത് ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് മുകളിൽ തുറന്നൊരു സ്വർഗമുണ്ട്.